ഹലോ, ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് അന്വേഷിച്ച് നടന്നൊരു സാധനമാട്ടോ ഇത്. എന്നിട്ട് ഇപ്പൊ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. എന്താ അറിയോ? ശർക്കര ജിലേബി. പണ്ടൊക്കെ കുറേ നമ്മൾ കഴിക്കായിരുന്നു. ഉത്സവങ്ങൾ വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോടുള്ളപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് എപ്പം പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ എറണാകുളത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ കിട്ടാറേ ഉണ്ടായിരുന്നില്ല, മറന്നു തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉത്സവങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓർക്കുക. അപ്പൊ ഇവിടെ അടുത്തൊക്കെ ഉത്സവം വരുമ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സൈഡ് നമുക്ക് ഇത് കിട്ടാറേ ഇല്ല. അപ്പൊ എങ്ങനെ കിട്ടിയ കഥ എന്ന് ഞാൻ പറഞ്ഞത്. അതിന് മുന്നേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. പണ്ട് കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ ഇപ്പം കുറച്ചു കാലമായിട്ട് ഏട്ടൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ അങ്ങനെ പോവാറുണ്ട് വർക്കിന്. അപ്പം ഈ ട്രിവാൻഡ്രം, കൊല്ലം ആ സൈഡ് പോയ സമയത്തും ഉത്സവങ്ങളും അതുപോലെ തന്നെ മറ്റേ പള്ളി പെരുന്നാളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കാണുമ്പം അവിടെയൊക്കെ നോക്കാറുണ്ട്, ഉണ്ടോന്ന്. കിട്ടിയിട്ടേ ഇല്ല. പിന്നെ എറണാകുളത്താണെങ്കിലും ഉത്സവ സീസൺ വരുന്ന സമയത്തും അതുപോലെ അമ്പലത്തിൽ അന്നദാനത്തിനൊക്കെ പോകുമ്പോൾ ആ സമയത്ത് നോക്കും, അപ്പോഴും കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ അടുത്ത് ഇക്കൊല്ലം നമ്മൾ ശിവരാത്രി കോഴിക്കോടുള്ളപ്പം പുതിയ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കുറെ തിരഞ്ഞെടുന്നു, അന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ആ വ്ളോഗിലൊക്കെ ഞാൻ അതിനെ പറ്റി ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, നോക്കിയ കാര്യം. ഫ്ലാഷ് ബാക്ക്. മാരിയമ്മൻ കോവിലാട്ടോ വന്നത്. ഞാൻ ഇവിടെയും വന്നപ്പം ശർക്കര ജിലേബി ഉണ്ടോ നോക്കുമായിരുന്നു. ഞാൻ കുറെ കാലമായി ശർക്കര ജിലേബി തപ്പിക്കൊണ്ടിരിക്കുന്നു. പേട്ടന്റെ കൂടെ വർക്കിന് പോകുമ്പോഴാണെങ്കിലും നമ്മള് ആ ഇടുക്കി അങ്ങനെ ആ സൈഡ് ആലപ്പുഴ സൈഡൊക്കെ പോകുമ്പോഴാണെങ്കിലും ഉത്സവം കാണുമ്പോഴൊക്കെ ഞാൻ ഫുള്ള് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ശർക്കര ജിലേബി ഉണ്ടോ. പക്ഷെ ഈ സൈഡിൽ അപ്പൊ ഞാൻ ചോക്കുന്ന മലബാർ സൈഡ് മാത്രമായിരിക്കും ഉണ്ടാവാന്ന്. ഇപ്പം ഇതിന് പോയില്ലേ നമ്മള്, ശിവരാത്രിക്ക് കോഴിക്കോട് പോയപ്പോഴും അവിടെ പുതിയമ്പലം ആ ഏരിയ മൊത്തം നോക്കി, അവിടെ നിന്നും കിട്ടിയില്ല. ഇപ്പൊ ശർക്കര ജിലേബി ഇല്ലേ എവിടെയും? എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾ ഇതാ വീണ്ടും പുതിയമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറയാലോ, ഞാനില്ലേ ശർക്കര ജിലേബി തപ്പി നടക്കുമായിരുന്നു. നമ്മൾ എറണാകുളം ആ സൈഡിലേക്ക് ഉത്സവത്തിനൊക്കെ പോകുമ്പോ ഒന്നും ശർക്കര ജിലേബി ഉണ്ടാവാറേ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ എവിടെയും കാണുന്നില്ല. ഇവിടെ തപ്പി നടക്കണം. അങ്ങനെ ഇപ്പൊ 2 ദിവസം മുന്നേ ഞാനും ഏട്ടനും ഷക്കീബും കൂടി മറ്റേ ഇവിടെ പോയി. കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കാറിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഷിക്കാബല്ല കേട്ടോ, ഷക്കീബാണ്. മാളുവിന് ഷക്കീബ് എന്ന് വരില്ല, അവൾക്ക് എപ്പോഴും ഷിക്കാബ് എന്നാ വരും. അപ്പം അവളങ്ങനെ വിളിക്കുന്ന കേട്ട് ഞാൻ ചുമ്മാ കളിയാക്കി ശീലമായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്കും ഷിക്കാബ് എന്നേ വരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഈ കോഴിക്കോടൊക്കെ പോയ സമയത്ത് ഞാൻ ഷിക്കാബ് വിളിച്ചിട്ട് ഏട്ടനും വായിലും ഇപ്പൊ അതന്നെ വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ചേച്ചി ഞങ്ങളവിടെ എപ്പോഴും കിട്ടും എന്നൊക്കെ. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിട്ട് കൊണ്ടുതരാൻ പറയാം, നമുക്ക് പോകുമ്പോ വാങ്ങിച്ചിട്ട് പോവാന്നൊക്കെ ഉള്ള പോലെ. അങ്ങനെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞല്ല, കിട്ടാതെ ആയപ്പോഴാണ് അവൻ പറയുന്നത്. അതുവരെ പറയാതെ സർപ്രൈസ് ആയിട്ട് തരാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ അത് നമ്മൾ ഞായറാഴ്ചയായിരുന്നു കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അവൻ വിളിച്ചൊക്കെ നോക്കി സെറ്റാക്കാൻ നോക്കി. പക്ഷെ ഞായറാഴ്ച ആയിട്ടാണ് എന്താണെന്നറിയില്ല, അന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ പോയി തിരിച്ചു വരുന്ന സമയത്തല്ല അതിന് പിന്നെ അവൻ എൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ചേച്ചിക്ക് വേണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആടാ എനിക്ക് വേണം, വാങ്ങി വെച്ചോ. എനിക്കാണെങ്കിൽ മറ്റേ ചൂടോടെ ആ ക്രിസ്പി ആയിട്ടുള്ള ശർക്കര ജിലേബി അല്ല കേട്ടോ ഇഷ്ടം. പണ്ടിപ്പോ നമ്മള് ഉത്സവങ്ങൾക്ക് പോകുമ്പോഴും അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടുവരാണെങ്കിലും ആ കവറോടെ കെട്ടി വെക്കും വീട്ടില്, ഫ്രിഡ്ജിന് പുറത്ത് തന്നെ കെട്ടിവെക്കും. അപ്പൊ അത് 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞൊക്കെ അതിന്റെ തേനൊക്കെ പോയി ഇങ്ങനെ അലിഞ്ഞിങ്ങനെ കുഴഞ്ഞു വരൂല. അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് ഇഷ്ടം കഴിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലടാ, നീ വാങ്ങിയിട്ട് അവരോട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ, നമുക്ക് തിരിച്ചു വരുമ്പോ എടുക്കാം എന്നുള്ള പോലെ പറഞ്ഞു. അങ്ങനെ ഇന്നലെ തിരിച്ചു വരുമ്പോ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു. സമയത്ത് തന്നെ ഏട്ടൻ പറഞ്ഞു, എടി കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേക്ക് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കണം, ഞാൻ കുറെ കാലമായിട്ട് അന്വേഷിച്ച് നടന്നതാ. അപ്പൊ ഞാൻ ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിക്കുമ്പം
ശരിക്കും എന്റെ എന്താ പറയാ റിയൽ സാധനം ചിലപ്പോൾ കിട്ടിയത് വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ കഴിച്ചോ, എനിക്ക് വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് സെറ്റ് ആയിട്ട് കഴിച്ചോളാം പറഞ്ഞിട്ട് ഏട്ടൻ കാർന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, നമ്മളെ പഴയ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ ഏട്ടൻ ആദ്യം നല്ലതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇന്നലെ ലേറ്റ് നൈറ്റ് നമ്മൾ വന്നു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ അമ്മേന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഫ്രിഡ്ജിൽ ജിലേബി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോട്ടോ, ഞാൻ എടുക്കൂല, ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം, അപ്പൊ അതിന് സെറ്റായിട്ട് ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ. അപ്പൊ രാത്രി അച്ഛനും അമ്മയും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അങ്ങനെ പറഞ്ഞു മോളത്ത് കഴിച്ചു നോക്കി ഇതൊക്കെ ടേസ്റ്റ് നോക്കി എന്നൊക്കെ പറഞ്ഞു. എനിക്കില്ല അച്ഛാ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ കഴിക്കാനും മുന്നേ കഴിക്കില്ല പറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. 1 മിനിറ്റ്. എന്നിട്ട് ഞാൻ കുറെ ഉണ്ടായിരുന്നു, ഞാൻ അതിന്റെ ക്ലിപ്പ് ആഡ് ചെയ്യാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട്. നമ്മുടെ ശർക്കര ജിലേബി ഇതിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ തണുത്ത് ഉറച്ചിരിക്കുക കേട്ടോ. എനിക്കിങ്ങനെ തണുത്ത് അലിഞ്ഞിട്ടാണ് എനിക്കിഷ്ടം. അപ്പം ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ കാണിക്കാം കേട്ടോ. എന്നിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ തോന്നുകയാണെങ്കിൽ രാത്രി കഴിക്കാൻ വെച്ചിട്ട് കിടക്കുന്നതിന് മുന്നേ. എന്നിട്ട് ഞാൻ അതിലൊരു ഇത്ര ഞാൻ എടുത്തിട്ട് ഈ ഡബ്ബയിലാക്കിയിട്ട് അടച്ചിട്ട് പുറത്ത് ടേബിളിൽ വെച്ചു. ബാക്കിയുള്ളതും ആ പാത്രത്തിൽ തന്നെ വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ വന്ന് കിടന്ന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ട്, എനിക്ക് വയനാടൊക്കെ പോയി വന്നപ്പോ ഇന്ന് രാവിലെ തൊട്ട് തൊണ്ടയൊക്കെ എന്തോ പോലെ ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ടേക്ക് അപ്പൊ പനി വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ വന്നു. പിന്നെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ പിന്നെ ഞാൻ തിന്നാൻ തോന്നി. അപ്പൊ വിചാരിച്ചു ഇപ്പൊ തന്നെ അടുത്ത് തിന്ന് നോക്കാം. അതാണ് എൻ്റെ ശർക്കര ജിലേബി കഥ. അപ്പൊ ഞാൻ മാളുവിന്റെ അടുത്താണെങ്കിലും മാളു ശർക്കര ജിലേബി കഴിച്ചിട്ടോ, അവളൊന്നും കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത്. മാളു അനന്ത് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മാളു കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. മാളുവിന് അറിയില്ലാന്ന് തോന്നുന്നു. അവള് ഇവിടെ ഇല്ല, ചെന്നൈയിൽ പോയതാ. ചെന്നൈയിലല്ല ഇപ്പൊ ഇവിടെ ഉള്ള മാംഗ്ലൂർ ഇവിടെ വന്നത്. എന്നിട്ട് നാളെ ചെന്നൈ പോയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. അവള് വരുമ്പോ നമുക്ക് കൊടുക്കാം. ചില ആൾക്കാർക്കും ഇങ്ങനെ ചൂടോടെ ക്രിസ്പി ആയിട്ട് അങ്ങനെ ഇഷ്ടം കേട്ടോ. എനിക്കിങ്ങനെ ഇഷ്ടം. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമുള്ളത് എനിക്കറിയില്ല. ചില ആൾക്കാർ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നു ഇഷ്ടം. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കണം, അതാ ഇഷ്ടം. പുറത്ത് വെച്ചിട്ട് തേനൊക്കെ ഇങ്ങനെ ഊർന്ന് പോയിട്ടുള്ള പോലെ. മതി, നിർത്താം, അല്ല ഇങ്ങനെ തിന്നുകൊണ്ട് കഷ്ണം കൂടി കഴിച്ചിട്ട് ഞാൻ നിർത്താം കേട്ടോ. നിർത്താൻ ഇനി ഒരിക്കലും തിന്നൂലല്ലോ, നാളെ തിന്നും. ഞാൻ എന്തോ ഷിക്കാബിനോട് പറയുന്നു, അവന്റെ നാട്ടിലായിരുന്നു, ഇത് എവിടുന്ന് ഇട്ടുതരാം, മലപ്പുറം മറ്റേ തിരൂര് ആ സൈഡ്. ഞാൻ അവനോട് പറഞ്ഞു ഈ അപ്പം വീട്ടിലേക്ക് വരുമ്പോൾ അപ്പഴൊക്കെ കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കുമായിരിക്കും, എപ്പോഴെങ്കിലും കിട്ടുമ്പോഴല്ലേ. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.